ഇന്ന് ഈ ഫുട്ബോൾ ലോകത്ത് അവരെ ഏറ്റവും വേസ്റ്റ് ടീമുകളിലൊന്നിലേക്ക് എഴുതിത്തള്ളുവാൻ പലരും തീരുമാനിക്കുന്നുണ്ട്. സമകാലിക ഫുട്ബോളിൽ ബ്രസീലിന് പറയത്തക്ക നേട്ടങ്ങളോ വിജയങ്ങളോ ഇല്ലാത്തതിനാൽ പലരും അതിനെ ശരിവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ബ്രസീൽ ഫുട്ബോളിനെ ആസ്വദിച്ചവർക്കും ഇന്നവരെ നിരീക്ഷിച്ചവർക്കും ഇതെല്ലാം ഒരു പുതിയ കാഴ്ചയാകുകയില്ല. വീഴ്ചകളെല്ലാം എല്ലാ കാലങ്ങളിലും അവർക്ക് സംഭവിക്കാറുണ്ട്. അതിൽ നിന്നെല്ലാം അവർ ഉയർത്തെഴുന്നേൽക്കാറുണ്ട്. ഇന്ന് പരിഹസിക്കുന്ന പലരും കണ്ടിട്ടില്ലാത്ത, ഇവരൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു ബ്രസീലുണ്ടായിരുന്നു. സംഹരിക്കാൻ അവർ ഇറങ്ങിത്തിരിച്ചാൽ അവരുടെ മുന്നിൽ ആര് വന്നാലും അവർക്ക് ഒന്നുമല്ലായിരുന്നു. അങ്ങനെയൊരു കാലഘട്ടം. ആ യുഗത്തിലൂടെ സഞ്ചരിച്ചു പോന്നവർക്ക് ഇന്നും ഭയപ്പെടുന്ന ചില ഓർമ്മകൾ അവരെ സദാ ശല്യപ്പെടുത്തുന്നുണ്ടാകും. മൈതാനത്ത് ജോഗോ ബൊണിറ്റയിലൂടെ അവർ സൃഷ്ടിച്ചെടുക്കുന്ന നീക്കങ്ങളും ഗോളുകളും കണ്ട് അറിയാതെ തലയിൽ കൈവച്ച് പോയിരുന്ന ഒരു തലമുറയുണ്ടായിരുന്നു. അവിടെ ഒരു രാജാക്കന്മാരെ ഉണ്ടായിരുന്നു. അത് എതിരാളികളെ നിഷ്കരണം വെട്ടിവീഴ്ത്തുന്ന ഒരു കാലഘട്ടം. ദ റൂത്ത്ലെസ് ബ്രസീലിയൻ. കളിയാക്കുന്നവരുടെയും വിമർശിക്കുന്നവരുടെയും ആത്മാവിനെയും ആത്മവിശ്വാസത്തെയും ശിഥിലമാക്കിയെന്ന് കിട്ടി. കളി കാണുന്നവൻ്റെ രക്തത്തെ പോലും അവർ ചൂട് പിടിപ്പിച്ചിരുന്നു. അത് അവർ വേട്ടയ്ക്കിറങ്ങിയ ആ കാലഘട്ടത്തിലേക്ക് നമുക്കൊരിക്കൽ കൂടി പോയി നോക്കാം. വെൽക്കം ടു ദ ഏജ് ഓഫ് ബ്രസീലിയൻ വൈക്കിങ്സ്. വർഷം 1998. വേൾഡ് കപ്പിൽ ഫൈനൽ വേദിയിൽ ബ്രസീൽ ഫ്രാൻസ് ഏറ്റുമുട്ടുകയായിരുന്നു. അന്ന് ബ്രസീലിന് ഫൈനൽ വേദിയിലേക്ക് എത്തുവാൻ അധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് അവരുടെ നിരയിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഗോൾ വേട്ടക്കാരനുണ്ടായിരുന്നു. അയാളുടെ തോളിലേറിയായിരുന്നു ബ്രസീൽ ആ വർഷം അനായാസം വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വേദിയിലേക്ക് കുതിച്ചെത്തിയത്. അത് മറ്റാരുമല്ല, ദ റിയൽ ഹണ്ടിങ് ജയൻറ്റ്, ദ ഫിനോമിനൻ, സാക്ഷാൽ റൊണാൾഡോ നസാരിയോ. ഫൈനൽ വേദിയിലെ കഥ ഏറെക്കുറെ ബ്രസീൽ ജയിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. കരുത്തറ്റ ഫ്രാൻസ് പോലും റൊണാൾഡോ നസാരിയോയ്ക്ക് മുന്നിൽ അടിയറവ് പറയുമെന്ന് ലോകം വിശ്വസിച്ചിരുന്നു. എന്നാൽ അന്ന് മറ്റൊരു നാടകീയ സംഭവങ്ങൾ ആ രാത്രി ആ കഥയെ തന്നെ മാറ്റിമറിക്കാനിടയായി. റൊണാൾഡോ നസാരിയോയ്ക്കുണ്ടാകുന്ന അപസ്മാരക രോഗം അദ്ദേഹത്തെയും ബ്രസീൽ ഫുട്ബോളിനെയും അന്ന് തളർത്തിക്കളഞ്ഞു. ആ രാത്രി അങ്ങനെ ഫ്രാൻസ് ചരിത്രത്തിൽ ആദ്യമായി വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാകുകയാണ്. എന്നാൽ ആ കഥ അവിടെ അവസാനിക്കുകയായിരുന്നില്ല. ശരിക്കും ബ്രസീൽ മറ്റൊരു കഥ ആവിഷ്കരിക്കാൻ പോകുകയായിരുന്നു. ലോകത്തെ പോലും വിറപ്പിച്ച ആ കഥയ്ക്ക് 4 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ശേഷം മേശി മണ്ണിൽ മറ്റൊരു വേൾഡ് കപ്പ് വേദി ഒരുങ്ങി. ഇന്നും 2002 വേൾഡ് കപ്പിനെ കുറിച്ച് സംസാരിച്ചാൽ അത് ബ്രസീൽ ടീമിൻ്റെ നരനായിട്ട് നടന്ന വേൾഡ് കപ്പായി പലർക്കും ഓർക്കാനാകും. അന്നത്തെ സ്കൊളാരിയുടെ കീഴിലെ കനേറിയൻ സ്ക്വാഡിൽ കഫു എന്ന നായകനൊപ്പം ഒരു വലിയ ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു. ലുസിയോയും പുൾഗയും ജൂനിയറും ബെല്ലോട്ടിയും മെമേഴ്സിനും അടങ്ങുന്ന എതിരാളികൾക്ക് മുന്നിൽ മരണമണി മുഴക്കാൻ ശേഷിയുള്ള പ്രതിരോധക്കോട്ട. ഗോൾ കീപ്പറായി സാക്ഷാൽ ദിതയും. പ്രതിഭാസമ്പന്നമായ മധ്യനിരയിൽ റിക്കാർഡിനോയും ഗിൽബർട്ടോ സിൽവയും ജുനിനോയും കക്കയും ക്ലബ്ബേഴ്സിനും മൈതാനത്ത് എന്ത് മായാജാലവും കാണിക്കുവാൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. മുന്നേറ്റ നിരയിൽ ഡെനൽസനും എഡ്മിൽസനും ലുസിയാവും എതിർക്കൂടാരങ്ങളെ തച്ചു തകർക്കുവാൻ ശേഷിയുള്ളവർ തന്നെയായിരുന്നു. എന്നാൽ ഇതേക്കുറിച്ചെല്ലാം പരാമർശിക്കുമ്പോൾ അതേ കനേറിയൻ ഉന്മാദികൾക്കിടയിൽ മറ്റു ചില പേരുകൾ കൂടി ഉണ്ടായിരുന്നു. അക്കാലങ്ങളിൽ ലോകം ഏറെ ഭയപ്പെട്ടിരുന്ന പേരുകൾ. എതിരാളികൾക്ക് മുകളിൽ നാശം വിതയ്ക്കുന്നവരെ ലോകം ദ 4 R's എന്ന് വിളിച്ചു. ചൈന, തുർക്കി, കോസ്റ്ററിക്ക അടങ്ങുന്ന ഗ്രൂപ്പ് പോരാട്ടങ്ങൾ ബ്രസീലിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികളൊന്നും ഉയർത്തുന്നതായിരുന്നില്ല. തുർക്കിയുമായുള്ള ആദ്യ മത്സരത്തിൽ ആദ്യം ഗോൾ വഴങ്ങിയെങ്കിലും റിവാൾഡോയുടെ ക്രോസിനെ തുർക്കിയുടെ ഗോൾ പോസ്റ്റിലേക്ക് പറഞ്ഞയച്ച് റൊണാൾഡോ നസാരിയോ ഏഷ്യൻ മണ്ണിൽ തൻ്റെ ആധിപത്യം തുടരുന്നുണ്ട്.
ശേഷം റിവാൾഡോയുടെ പെനാൽറ്റിയും ഗോളാവുന്നതിലൂടെ ബ്രസീൽ തുർക്കിയെ പരാജയപ്പെടുത്തി രണ്ടാം മത്സരത്തിലേക്ക്. ശേഷം രണ്ടാം മത്സരത്തിൽ ചൈനയ്ക്കെതിരെ റോബർട്ടോ കാർലോസിൻ്റെ മാന്ത്രിക ഫ്രീ കിക്കിൽ തുടങ്ങി ഡീനയും റിവാൾഡോയും റൊണാൾഡോയും അങ്ങനെ 4 ഗോളുകൾക്ക് അവർ വിജയിക്കുന്നു. മൂന്നാം മത്സരത്തിൽ കോസ്റ്ററിക്കയ്ക്കെതിരെ 2 ഗോൾ വഴങ്ങേണ്ടി വന്നെങ്കിലും 5 ഗോളുകളുടെ ആധിപത്യത്തിൽ ബ്രസീൽ ആ ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായി മാറുന്നുണ്ട്. അത് ഇനി വരുന്ന എതിരാളികൾക്ക് വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് തന്നെയായിരുന്നു സ്കോളറിയും സംഘവും റൗണ്ട് 16 കാലെടുത്ത് വെച്ചത്. അവിടെയോ എതിരാളികൾ കരുത്തരായ ബെൽജിയം. മത്സരത്തിൻ്റെ 66 മിനിറ്റ് വരെ ഇരു ടീമുകളും ആക്രമണവും പ്രത്യാക്രമണവും തുടർന്നുകൊണ്ടേയിരുന്നു. ഇരു ഗോൾ കീപ്പർമാർക്കും പിടിപ്പത് പണിയുണ്ടായിരുന്നു. മത്സരം ഇത്തരത്തിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ സമനിലയാകുമെന്ന് പോലും പലരും വിശ്വസിച്ചു. എന്നാൽ അപ്പോഴാണ് അത് സംഭവിച്ചത്. റൈറ്റ് വിങ്ങിൽ നിന്നും ഡീനിയുടെ സുന്ദരമായ ട്രിവേല പാസ് ബെൽജിയത്തിൻ്റെ ബോക്സിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. ആ പന്ത് റൊണാൾഡോ നസാരിയോ റിവാൾഡോയിലേക്ക് തിരിച്ചു വിടുന്നു. ശേഷം റിവാൾഡോയുടെ മാരക ഫിനിഷ്. ഡീനിയും റൊണാൾഡോയും റിവാൾഡോയും തമ്മിലുള്ള കെമിസ്ട്രിയിൽ തീർത്ത സുന്ദരമായ ഗോൾ കണ്ട് അന്ന് ലോകം വരെ തരിച്ചു പോയി നിന്നിട്ടുണ്ട്. ആ മനോഹരമായ കാഴ്ച അന്ന് ലൈവ് കണ്ട കണ്ണുകളിൽ ഉടക്കി നിൽക്കുന്നുണ്ട്. ശേഷം റിവാൾഡോയുടെ ജേഴ്സി സെലിബ്രേഷൻ. ആ നിമിഷം ഇന്നും ചരിത്രത്തിൽ ആളുകളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. ആ കമൻട്രിയും ഇറ്റ് വാസ് റിവിറ്റ്ലെസ്, ഇറ്റ് വാസ് റൂത്ത്ലെസ്, ഇറ്റ് വാസ് റിവാൾഡോ. 87 മിനിറ്റിൽ ക്ലബ്ബേഴ്സിൻ്റെ ക്രോസിനെ റൊണാൾഡോയും ഗോളാക്കുന്നതിലൂടെ 2-0 എന്ന മാർജിനിൽ ക്ലീൻ ഷീറ്റും വിജയിച്ച് ആധികാരികമായി ബ്രസീൽ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു. എതിരാളികളായി അവിടെ ഉണ്ടായിരുന്നതോ സാക്ഷാൽ ഡേവിഡ് ബെക്കാമിൻ്റെ ഇംഗ്ലീഷ് പടയും. സാക്ഷാൽ സീമാനും മൈക്ലോവനും ഡേവിഡ് ബെക്കാമും അടങ്ങുന്ന ആ ഇംഗ്ലീഷ് പടയെ മറികടന്ന് മാത്രമേ സെമി ഫൈനലിലേക്ക് ബ്രസീലിന് കടക്കാനാകൂ. എന്നാൽ ബ്രസീലിൻ്റെ സർവ്വ കണക്കുകളെയും തെറ്റിച്ച് അവരുടെ ചൂടുറക്കി മുന്നേ മത്സരത്തിന് 20-ാം മിനിറ്റിൽ മൈക്ലോവൻ ഇംഗ്ലീഷ് പടയെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇംഗ്ലീഷ് ആരാധകരുടെ ആഘോഷങ്ങൾക്ക് പക്ഷേ അധികമൊന്നും ആയുസുണ്ടായിരുന്നില്ല. ആദ്യ പകുതിയിലേക്ക് കടക്കും മുന്നേ ഒരു നർത്തകൻ പന്തുമായി ഇംഗ്ലീഷ് പടയുടെ മധ്യനിരയെ മുഴുവൻ കാഴ്ചക്കാരാക്കി മുന്നോട്ട് കുതിച്ചു വരുന്നുണ്ട്. ശേഷം റിവാൾഡോയിലേക്ക് നീട്ടിയൊരു പാസ് വയ്ക്കുന്നു. അതുമാത്രമേ ഇംഗ്ലീഷ് പടയ്ക്ക് ഓർമ്മയുള്ളൂ. ഒറ്റ നിമിഷം കൊണ്ട് റിവാൾഡോയുടെ ഫിനിഷിൽ ആ ഗാലറി മുഴുവൻ നിശബ്ദമായി മാറുകയായിരുന്നു. അഗെയിൻ മാസ്റ്റർ ക്ലാസ് ഫിനിഷ്ഡ് ബൈ റിവാൾഡോ. മത്സരത്തിലേക്ക് തിരിച്ചു വന്ന ബ്രസീൽ രണ്ടാം പാദത്തിലേക്ക് വരുമ്പോൾ അവർക്ക് മുന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഒരു ഗോൾ എങ്ങനെയെങ്കിലും നേടുക. പക്ഷേ അതെങ്ങനെയെന്ന ചോദ്യം വരുന്നു. അവിടെയാണ് ലോകം അന്നുവരെ കണ്ടിട്ടില്ലാത്ത ആ സുന്ദരമായ നിമിഷത്തിന് സാക്ഷിയാകുന്നത്. ഇന്നും മായ്ച്ചു കളയാൻ പറ്റാതെ പലരുടെയും മനസ്സിലും ആ നിമിഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും. മത്സരത്തിൻ്റെ 50-ാം മിനിറ്റിൽ ഇംഗ്ലണ്ടിൻ്റെ ബോക്സിന് വളരെ ദൂരെ നിന്നും ഒരു ഫ്രീ കിക്ക് ബ്രസീൽ വിൻ ചെയ്യുന്നുണ്ട്. ആ കിക്ക് എടുക്കാൻ നിൽക്കുന്ന ഡീനോ ആ ലോങ് ഫ്രീ കിക്ക് പന്ത് ബോക്സിലേക്ക് ഹെഡ് ചെയ്യാൻ പാകത്തിൽ നിന്ന് തിരിച്ചു വിടുമെന്നായിരുന്നു ആ ഗാലറിയും ബ്രസീൽ താരങ്ങളും കരുതിയിരുന്നത്. ഡേവിഡ് സീമാനും സംഘത്തിനും അതിൽ കവിഞ്ഞ് മറ്റൊരു സാധ്യത കൽപ്പിച്ചിരുന്നുമില്ല. എന്നാൽ അന്ന് സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഡീനോയുടെ കാലിൽ നിന്നും ഉയർന്നു പൊന്തിയ പന്ത് പുറത്തേക്ക് പോകുമെന്ന് കരുതിയ ആ ഗാലറിയും സീമാനും ഇംഗ്ലണ്ട് സംഘവും വായുവിൽ നിന്നും ആ പന്ത് തങ്ങളുടെ പോസ്റ്റിനെ മൂലയിലേക്ക് താഴ്ന്നിറങ്ങുന്നത് നോക്കി നിൽക്കുവാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഡീനിയുടെ പാദങ്ങളിൽ നിന്നും വിരിഞ്ഞ ആ സുന്ദരമായ നിമിഷം ഇന്നും ലോകം ഓർത്തു വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇംഗ്ലണ്ടിനെ മറികടന്ന് ആ വേൾഡ് കപ്പ് വേദിയിൽ ബ്രസീൽ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. സെമി ഫൈനലിൽ പക്ഷേ ബ്രസീലിന് ഒറ്റ നിറയെ തുർക്കിക്കെതിരെ എതിർക്കേണ്ടി വന്നുള്ളൂ. മത്സരത്തിൻ്റെ 49-ാം മിനിറ്റിൽ അത് സാക്ഷാൽ റൊണാൾഡോ നസാരിയോ തൻ്റെ കാലുകൾ കൊണ്ട് നിറയൊഴിക്കുന്നുണ്ട്. ആരൊറ്റ ഗോളിൻ്റെ പിൻബലത്തിൽ ബ്രസീൽ ഏഷ്യൻ മണ്ണിലെ കാൽപന്ത് വേദിയിലെ ഫൈനൽ വേദിയിലേക്ക് ആ കലാശ പോരാട്ടത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. എന്നാൽ പക്ഷേ അതുവരെ സർവ്വസീമകളെയും തകർത്തെറിഞ്ഞ് മുന്നേറി ഫൈനൽ വേദിയിലേക്ക് എത്തിയ ബ്രസീലിന് ഇനി അങ്ങനെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കുകയില്ല. കാരണം ഫൈനൽ വേദിയിൽ അവരുടെ എതിരാളി ജർമ്മനിയായിരുന്നു. കനേറിയൻ പടയ്ക്ക് ജർമ്മനിയുടെ 10 പേരെ വീഴ്ത്താൻ സാധിക്കുമായിരിക്കും. പക്ഷേ അവിടെ 11ാമതായി ഒരാളുണ്ട്. അയാളെ മറികടക്കുക അത് വല്ലാത്തൊരു വെല്ലുവിളി തന്നെയാകും. അത് മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ ഒളിവർ ഖാൻ. ഒളിവർ ഖാൻ എന്ന ഗോൾ കീപ്പറെ മറികടന്ന് ഗോൾ നേടുക എന്നത് അക്കാലങ്ങളിൽ ഒരു ടീമിനെ അപേക്ഷിച്ച് വളരെ വിഷമം പിടിച്ച കാര്യങ്ങളിലൊന്നായിരുന്നു.
തൻ്റെ സുവർണ്ണ കരങ്ങളാൽ അയാൾ എന്തിനും തയ്യാറായി ഗോൾ പോസ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ അത് അത്ര എളുപ്പമാകുകയുമില്ല. ആ ജർമ്മനിക്കെതിരെ, ആ ഒളിവർ കാൻ്റെ ജർമ്മനിക്കെതിരെ റൊണാൾഡോ നസാരിയോടെ കരുത്തൊന്നും വില പോകില്ല എന്ന് ആ ഗാലറിയിലിരുന്ന് പലരും വീമ്പ് പറയുന്നുണ്ടാകും. എന്നാൽ അങ്ങനെ വീമ്പ് പറഞ്ഞ് മനക്കോട്ട കെട്ടിയ ചിന്തകൾക്കൊന്നും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. കാരണം അത് റൊണാൾഡോ നസാരിയോ എന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരൻ്റെ വേൾഡ് കപ്പായിരുന്നു. ആ രാത്രി ബ്രസീലിൻ്റേത് മാത്രമായിരുന്നു. നിരന്തരം ജർമ്മനിയെ പരീക്ഷിച്ചു കൊണ്ടിരുന്ന റിവോൾഡയും ക്ലബ്ബേഴ്സിനും റൊണാൾഡോയും ജൂനിയറും ഒളിവർ കാനും മുന്നിൽ പലതവണ പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ ഒടുവിൽ അത് സംഭവിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ ഗോൾ കീപ്പറുടെ പിഴവിൽ നിന്നും റൊണാൾഡോ നസാരിയോ ജർമ്മനിയുടെ നെഞ്ചത്തേക്ക് 67-ാം മിനിറ്റിൽ ആദ്യ തുളയിടുന്നു. റിവാൾഡോയുടെ ഷോട്ട് പിടിമുറുക്കുന്നതിൽ പിഴവ് സംഭവിച്ച ലോകം കണ്ട ഏറ്റവും വലിയ ഗോൾ കീപ്പർക്ക് അതിന് വലിയ വില നൽകേണ്ടി വന്നു. എന്നാൽ നാളെ ചരിത്രം അത് പറഞ്ഞ് ബ്രസീലിൻ്റെ വിജയത്തെ കുറച്ച് കാണിക്കുമോ എന്നായിരുന്നു ബ്രസീൽ ആരാധകരുടെ ചിന്തകളെല്ലാം. എന്നാൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇത് അയാളുടെ വേൾഡ് കപ്പായിരുന്നു. 4 വർഷം മുമ്പ് അയാൾക്ക് നഷ്ടപ്പെട്ട അതേ വേൾഡ് കപ്പ്. മത്സരത്തിൻ്റെ 79-ാം മിനിറ്റിൽ കനേറിയൻ ഉന്മാദികളുടെ സാമ്പാ നൃത്തത്തിനൊടുവിൽ ഒളിവർ കാൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മോശം സമയങ്ങളിലൊന്ന് സംഭവിക്കുകയായിരുന്നു. അതും സാക്ഷാൽ റൊണാൾഡോ നസാരിയിലൂടെ. തൻ്റെ കാലുകളുടെ പ്രകടനശേഷിയെ സംശയിച്ചവർക്ക് മുന്നിലും ഒളിവർ കാൻ്റെ വീരസാഹസ കഥകൾ ഉയർത്തിപ്പിടിച്ചവർക്ക് മുന്നിലും അയാളുടെ ഒരു മാരക ഫിനിഷ്. തനിക്ക് 4 വർഷം മുന്നേ നഷ്ടപ്പെട്ട കിരീടം അന്ന് പരിഹസിച്ച അതേ ലോകത്തിന് മുന്നിൽ ആ 9 നമ്പറുകാരൻ തന്നെ ടീമിന് വേണ്ടി നേടിക്കൊടുക്കുകയായിരുന്നു. അന്ന് കരഞ്ഞ് ഉള്ളുപൊള്ളിയുടെ മനസ്സ് നിറച്ച് ബ്രസീലിന് കിരീടം ചൂടിക്കുകയായിരുന്നു. അന്നത്തെ ആ ബ്രസീൽ ടീം ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ടീമുകളിലൊന്നായി മാറുകയായിരുന്നു. എവിടെയാണോ അവർ തകർന്നത് അവിടെ അവർ ഉയർത്തി നിൽക്കുക തന്നെ ചെയ്തു. 2002 വേൾഡ് കപ്പിലെ ആ ബ്രസീൽ മുന്നേറ്റത്തിന് പകരം വയ്ക്കുവാൻ ഇന്ന് ഈ ഫുട്ബോൾ ലോകത്ത് മറ്റൊരു ടീമും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എതിരെ വന്നവരെയെല്ലാം ഒന്നൊന്നായി കശാപ്പ് ചെയ്ത് ഈ ഫുട്ബോൾ രാജാക്കന്മാർ തങ്ങൾ തന്നെയാണ് എന്ന് അന്നവർ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. മാർക്കസും കഫും കാർലോസും സിൽവയും ക്ലബ്ബേഴ്സിനും ഡിനിയും റൊണാൾഡോയും റിവോൾഡോയും എല്ലാം അടങ്ങുന്ന ആ ഗാങ്സ്റ്റർ ടീം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ സുവർണയുഗത്തിന് പകരം വയ്ക്കുവാൻ ഇന്നും ഈ ഫുട്ബോൾ ഗാലക്സിയിൽ മറ്റൊരു ടീമിനുമാകില്ല. ആ ബ്രസീൽ ടീം ഇന്നും ചരിത്രത്തിൽ അങ്ങനെ മികച്ചതായി നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തെ ബ്രസീൽ ഫുട്ബോളിന് സംഭവിച്ചതും അങ്ങനെയൊന്നും തന്നെയാകാം. വീഴ്ചകൾ അവർക്ക് എക്കാലത്തും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ അവർക്ക് പുതിയ കാര്യമൊന്നുമല്ല. ഫുട്ബോൾ എന്നാൽ അവർക്ക് വെറും ഒരു കളി മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ അലിഞ്ഞേർന്ന ഒന്നുകൂടിയാണ്. അവർ മനസ്സുകൊണ്ട് മാത്രമാണ് പന്ത് തട്ടുന്നത്. എവിടെയാണോ തകർന്നത് അവിടെ നിന്ന് അവർ തിരിച്ചു വരും. അവർ തലയുയർത്തി നിൽക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഴ്ചകൾ കണ്ട് ആരും മതിമറന്ന് ആഘോഷിക്കേണ്ടതില്ല, സന്തോഷിക്കേണ്ടതില്ല. ചിലപ്പോൾ ഭാവിയിൽ വലിയ ദുരന്തങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും. ഒരിക്കലും അവസാനിക്കാത്ത കനേറിയൻ ഉന്മാദികളുടെ കഥ ഇവിടെയൊന്നും അവസാനിക്കുകയില്ല. ജോഗോ ബൊണിറ്റോ ഈ ഫുട്ബോൾ ലോകം വീണ്ടും ഭരിക്കുന്നൊരു കാലം വരിക തന്നെ ചെയ്യും. അതുവരെ കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം അവരുടെ പേര് ബ്രസീൽ എന്നാണ്.